ഈസ്റ്ററിനെ വരവേൽക്കാനൊരുങ്ങി വിശ്വാസികൾ. യേശുക്രിസ്തുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പ് ഓർമ്മകൾ പുതുക്കി ദേവാലയങ്ങളിൽ ഉയിർപ്പ് ശുശ്രൂഷകൾക്ക് തുടക്കമായി. കരിങ്ങാച്ചിറ സെന്റ് ജോർജ് യാക്കോബായ കത്തീഡ്രലിൽ നിന്ന് വിനീത വി.ജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ, ഉയർപ്പ് ശുശ്രൂഷകളൊക്കെ നടക്കുകയാണ്. വിനീത നിൽക്കുന്ന കരിങ്ങാച്ചിറയിൽ നിന്നുള്ള കാഴ്ചകൾ എന്താണ് വിനീത? കരിങ്ങാച്ചിറ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ നടന്ന ഉയർപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മലങ്കര മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയസ് ആണ് കാർമ്മികത്വം നൽകിയത്. ചടങ്ങുകൾ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയസ് അല്പസമയം മുൻപാണ് ഈ വിശ്വാസികൾക്ക് ഈസ്റ്റർ സന്ദേശം നൽകിയത്. അതിനുശേഷം ഇപ്പോൾ മറ്റു ചടങ്ങുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് എല്ലാ പള്ളികളിലും പ്രത്യേക പാതിരാ കുർബാനയും ഒപ്പം തന്നെ വിശേഷ കർമ്മങ്ങളുമൊക്കെ ഉണ്ടാകും. നിരവധി വിശ്വാസികളാണ് ഈ രാത്രി ഈ പാതിരാ കുർബാനയ്ക്കും മറ്റുമായി ഇവിടെ എത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അനുസ്മരിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹം നാളെ ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. അതിന് മുൻപായാണ് ഇന്ന് പ്രത്യേക പാതിരാ കുർബാനയുള്ളത്. എറണാകുളത്തെ എല്ലാ പള്ളികളിലും പ്രത്യേക കുർബാനയും അതോടൊപ്പം തന്നെ പ്രാർത്ഥനാ ചടങ്ങുകളുമുണ്ട്. കരിങ്ങാച്ചിറ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയൊരു വിശ്വാസ സമൂഹം തന്നെയാണ് ഇവിടെ ഈ രാത്രിയിലെ ഈ കുർബാനയിൽ പങ്കെടുക്കുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ഉയർപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മലങ്കര മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയസ് ആണ് കാർമ്മികത്വം വഹിക്കുന്നത്. വിനീത വി.ജി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈസ്റ്ററിനെ വരവേൽക്കാനൊരുങ്ങുന്നു വിശ്വാസികൾ. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഓർമ്മകൾ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ, ഉയർപ്പ് ശുശ്രൂഷകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പള്ളികളിൽ നിന്നുള്ള ദൃശ്യങ്ങളും കാഴ്ചകളുമൊക്കെ വരും മണിക്കൂറുകളിലും നമുക്ക് സംപ്രേഷണം ചെയ്യേണ്ടതുണ്ട്. കരിങ്ങാച്ചിറ സെന്റ് ജോർജ് യാക്കോബായ കത്തീഡ്രലിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു വിനീത വി.ജി.